ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ ഇന്ത്യയിൽ 1,20,00,000 പേരാണ് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗ്ഗം കണ്ടെത്തുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഓട്ടോറിക്ഷയിൽ കയറി യാത്ര ചെയ്യാത്തവരായിട്ടുണ്ടാവുകയില്ല. ഇന്ന് പലരും സ്വന്തമായിട്ട് ടൂ വീലർ എങ്കിലും ഉള്ളവരായിരിക്കും. എങ്കിലും പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച് ഓട്ടോറിക്ഷ യാത്ര നമ്മൾ ആശ്രയിക്കാറുണ്ട്. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ടൂ വീലർ ലൈസൻസും ഫോർ വീലർ ലൈസൻസും ഒക്കെ ഉണ്ടാകും. പണ്ടാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ പ്രത്യേകം ത്രീ വീലർ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് LMB ലൈസൻസ്, അതായത് ഫോർ വീലർ ലൈസൻസ് ഉള്ളവർക്കും ആ ലൈസൻസ് വെച്ച് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്: നമ്മളിൽ എത്ര പേർക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം? പറയുന്നവർ പറയും ഓട്ടോറിക്ഷ ഓടിക്കാൻ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ. ആ രണ്ടാമത് പറഞ്ഞ കാര്യം ശരിയാണ്, നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ വളരെ ശ്രദ്ധയോടെ ഓടിക്കേണ്ട ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. അതിൻ്റെ കാരണം ഈ ത്രീ വീലർ തന്നെയാണ്. നമുക്ക് ഓട്ടോറിക്ഷയിൽ അധികം സ്പീഡിലൊന്നും പോകാൻ സാധിക്കുകയില്ല. പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയാലോ ഓട്ടോറിക്ഷ മറിയാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം ഓട്ടോറിക്ഷ ഓടിക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഓട്ടോറിക്ഷ എങ്ങനെ സിമ്പിളായിട്ട് ഓടിച്ച് പഠിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനു മുമ്പായി എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. പലരും ഓട്ടോറിക്ഷ ചേട്ടന്മാരോട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പുച്ഛമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്ന് ഒരു ഓട്ടോറിക്ഷ അപകടം എടുത്തു കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ ചിത്രീകരിക്കുന്നതിൽ നമ്മുടെ മലയാളം സിനിമകളും വലിയൊരു ശതമാനമുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ വളരെ മോശമാണ് എന്നുള്ള ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ടാക്കിയത് തന്നെ മലയാളം സിനിമകളാണ്. ഛേ, നിങ്ങളെപ്പോലെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കുന്ന പേരൻസ് ആണ് നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നത്. ആട്ടെ, എന്താ നിങ്ങളുടെ ജോലി? ഓട്ടോ ഡ്രൈവറാ. ആ, ഓഹോ, അതാണ് ഇത്ര ചീപ്പായിട്ട് സംസാരിച്ചത്. ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത്, അതങ്ങോട്ട് മറന്നേക്ക്. ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. പേടിക്കണ്ട, ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ? വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ അറിയില്ലേ. അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. എങ്ങനെ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോടാ ഓട്ടോക്കാരാ. ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. എങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എപ്പോൾ വിളിച്ചാലും പാതിരാത്രിക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അപകടം നടന്നാൽ ആദ്യം സഹായത്തിനെത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരാണ്. നമ്മളിൽ പലർക്കും അത് അനുഭവം ഉണ്ടാവും. അവരും കുടുംബം പുലർത്താനാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെടുന്നത്. പലർക്കും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. സോ എല്ലാ സ്റ്റീരിയോടൈപ്പുകളും മാറ്റിവെച്ച് അവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്കിനി വിഷയത്തിലോട്ട് വരാം. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഈ ഓട്ടോറിക്ഷ സംബന്ധമായ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ഞാനിപ്പോൾ പറഞ്ഞത് കേട്ട് ഒരാളെങ്കിലും അയാളുടെ മനസ്സ് മാറ്റിയെങ്കിൽ അത് ഈ വീഡിയോ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓടിച്ച് പഠിക്കാൻ പോകുന്നത് പിയാജിയോ ആപ്പെ മോഡലാണ്. ഇത് സ്റ്റാർട്ട് ആക്കുന്നത് മുതൽ റിവേഴ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്യാൻ വരെ 3 ലിവറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കീ ഓണാക്കാം. കീ ഓണാക്കി കഴിയുമ്പോൾ ഇതാ ഇവിടെ ബാറ്ററി ഇൻഡിക്കേറ്റർ കത്തും. എന്നിട്ട് നമ്മൾ ന്യൂട്രലാക്കണം. ഗിയർ ന്യൂട്രലാക്കി വെച്ചാലേ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇത് രണ്ടാമത് കാണുന്ന ആ ലിവർ വലിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഡീകംപ്രഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഡീകംപ്രഷൻ്റെ ആ ലിവർ വലിച്ചു പിടിച്ചിട്ട് വേണം കീ ഓണാക്കി വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. അതിനേക്കാളും മുമ്പ് വണ്ടി ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ വണ്ടി ചാടി പോകുന്നതായിരിക്കും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ലിവറുകൾ, അതായത് ഓട്ടോറിക്ഷ കൺട്രോൾ ചെയ്യാനുള്ളത്. ഇതിൽ ഇടത്തെ അറ്റത്തുള്ളത് റിവേഴ്സും, നടുക്കുള്ളത് ഡീകംപ്രഷനും, റൈറ്റ് സൈഡിലുള്ളത് എൻജിൻ ഓഫ് ചെയ്യാനുമാണ്. അപ്പോൾ നമ്മൾ ഡീകംപ്രഷൻ വലിച്ച് പിടിച്ചിട്ട് വേണം ഇഗ്നിഷൻ കൊടുക്കാനായി. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടർ മോട്ടറിന് വരുന്ന ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകംപ്രഷൻ ഉപയോഗിക്കുന്നത്. എൻജിൻ സ്മൂത്തായി സ്റ്റാർട്ട് ചെയ്യാനും എൻജിൻ്റെ ലൈഫ് വർദ്ധിപ്പിക്കാനും ഇതുമൂലം നമുക്ക് കഴിയുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത ഡൗട്ട്, എന്തിനാണ് എൻജിൻ ഓഫ് ചെയ്യാനായിട്ട് ഈ ലിവർ വലിക്കുന്നത്? ജസ്റ്റ് കീ ഓഫ് ചെയ്താൽ പോലെ നടക്കില്ല. ഈ ഓട്ടോറിക്ഷകളിൽ നമ്മളിങ്ങനെ മാനുവലായിട്ട് ഈ ലിവർ വലിക്കുമ്പോൾ എൻജിനിലേക്കുള്ള ഫ്യൂൽ ഫ്ലോ കട്ടാവുകയും അങ്ങനെ എൻജിൻ ഓഫ് ആവുകയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് CNG ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കാൻ നോക്കിയാലോ. CNG ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് കാർ സ്റ്റാർട്ടാക്കുന്ന പോലെ സ്റ്റാർട്ടാക്കിയാൽ മതി. പക്ഷേ അതിനേക്കാളും മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗിയർ ന്യൂട്രലാക്കിയാലേ എൻജിൻ സ്റ്റാർട്ടാവുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, കീ ഓൺ ചെയ്തപ്പോൾ തന്നെ ന്യൂട്രലല്ല വണ്ടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഗിയർ നമ്മൾ ന്യൂട്രലാക്കണം. ന്യൂട്രലാക്കി ആ ഒരു പച്ച ലൈറ്റ് കണ്ടില്ലേ ന്യൂട്രലിൻ്റെ, അതങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടാവുകയുള്ളൂ. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. സാധാരണ പോലെ ഇതിന് ഡീകംപ്രഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ കീ ഒന്ന് ഇഗ്നിഷൻ കീ കൊടുത്താൽ മതി. ഇത്ര എളുപ്പമാണ് CNG ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇത് പെട്രോളിലാണ് സ്റ്റാർട്ടാക്കിയത്. ഇനി CNGക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയാൽ മതി, CNGക്ക് ആവും. പക്ഷേ ഇപ്പോൾ CNGക്ക് ആക്കിയ കാരണം ഓഫായിട്ടുണ്ട്. ജസ്റ്റ് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. ഇതാണ് നിസാർക്ക നമുക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും.
ഇപ്പോൾ വണ്ടി ന്യൂട്രലല്ല, ഗിയറിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാകുമ്പോൾ നോക്കിക്കോ, വണ്ടി ഇതാ ചാടും ഇതുപോലെ. അത് തന്നെ വലിയ റിസ്ക് തന്നെയാണ്. ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ഇടിക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, നമ്മളെപ്പോഴും ന്യൂട്രലാക്കിയിട്ട് വേണം സ്റ്റാർട്ടാക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതുപോലെ ചാടുന്നതായിരിക്കും. ഇനി ന്യൂട്രലാക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓട്ടോറിക്ഷ ഒന്ന് കുലുക്കിയിട്ട് ന്യൂട്രലാക്കി ഇതാ ഡീകംപ്രഷൻ്റെ ലിവർ പിടിച്ച് വലിച്ച് ഇഗ്നിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ വണ്ടി സ്റ്റാർട്ടായി. ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടു. ഇത് പതുക്കെ നൈസായിട്ട് നമുക്ക് ഇതേപോലെ ഓടിക്കാം. വളരെ എളുപ്പമാട്ടോ, ഈ കാണുന്ന പോലെ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പം പഠിക്കാൻ സാധിക്കും. ഇതാ ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടു. ഇനി പതുക്കെ ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടി ഇതുപോലെ നൈസായിട്ട് റിവേഴ്സ് പോകും. റിവേഴ്സ് എടുക്കുമ്പോൾ ബാക്കൊക്കെ ശ്രദ്ധിക്കുക. ഇനി വണ്ടി ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ വെറുതെ കീ ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവില്ല. കണ്ടില്ലേ, കീ ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുകയില്ല. അതിന് പകരം നമുക്ക് ആ ലിവർ വലിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആ ലിവർ വലിക്കുമ്പോൾ എഞ്ചിനിലേക്കുള്ള ഡീസലിൻ്റെ ഫ്ലോ നിൽക്കുകയും അങ്ങനെ എഞ്ചിൻ ഓഫ് ആവുകയും ചെയ്യും. ഗിയർ ഓക്കെ. നിർത്ത്, മാറ്റിക്കോ, റിവേഴ്സ് മാറ്റിക്കോ, ഗിയർ മാറ്റിക്കോ. ആ ഓക്കെ വിട്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതാ നമ്മുടെ വണ്ടി ഓടിച്ച് പഠിപ്പിച്ച് നമ്മുടെ നിസാറിക്കയാണ്. നിസാറിക്കയുടെ വീട് സ്വദേശം പാലക്കാട് ജില്ലയിലെ മേപ്പറമ്പാണ്. അപ്പോൾ നിസാറിക്ക ഹായ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.